നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ കിഡിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അടിപൊളി എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അതായത് വൈജയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ മനു കാണാൻ വരുന്നുണ്ട്, അലീനയും മുത്തശ്ശിയും കാണാൻ വരുന്നുണ്ട്. അതുമാത്രമല്ല രോഹിത്തും അതുപോലെ ഹരിയും കൂടിയിട്ട് അലീനയെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോഴേക്ക് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ റൂമിലേക്ക് കിടത്തിയ ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളുടെ ഒറ്റ വാശി കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഗതി വന്നത്, അല്ലെങ്കിൽ ഒരു കുഴപ്പം സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വാശിയോ, എന്ത് വാശി എന്ന് ചോദിക്കുകയാണ്. ഇവളുടെ വാശിയാണ്, അലീന എന്നെ അന്നേരം പിടിക്കാൻ വന്നതാണ്, പക്ഷേ ഇവൾ സമ്മതിച്ചില്ല, അലീനയെ തൊടാൻ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വീണു പോയത് എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയോട് തന്നെ വേണമായിരുന്നോ വൈജ ഈ പ്രഹസനം എന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാൻ, അമ്മയെ നോക്കാനായിട്ടൊരു വേലക്കാരിയെ വെച്ചതും ഞാൻ, എന്നിട്ടും എനിക്കാണോ കുറ്റം എന്ന് ചോദിക്കുമ്പോൾ അതെ, എല്ലാം നീ തന്നെയാണ് ചെയ്യിക്കുന്നത്, എല്ലാം ചെയ്തത് നീ തന്നെയാണ്, ഇതും ചെയ്യുന്നത്, ഈ പ്രവൃത്തിയും ചെയ്യുന്നത് നീ തന്നെയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോവുകയാണ്. നീയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് അലീനയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവളാണ് എല്ലാം വരുത്തി വെച്ചത്, എന്നിട്ടും സമ്മതിക്കാൻ അവൾക്ക് എന്തൊരു മടിയാണെന്ന് നോക്കിക്കേ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വരാനുള്ളതൊക്കെ വന്നില്ലേ മുത്തശ്ശി, ഇനി അതൊന്നും ഓർക്കണ്ട, സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് സാരമില്ല എന്ന്, എല്ലാം കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ, നിനക്കും അല്ലേ ബുദ്ധിമുട്ട്, എനിക്കും നിനക്കും മാത്രമാണ് ഈ ബുദ്ധിമുട്ട്, അവൾക്ക് വല്ലോ അറിയണോ, അവൾക്ക് എല്ലാം ഇങ്ങനെ മേലനങ്ങാതെ ഇങ്ങനെ മേൽനോട്ടക്കാരിയായിട്ട് ഇങ്ങനെ നോക്കിയും കണ്ടും പോയാൽ മതി. ഏകദേശം അവളുടെ അച്ഛൻ്റെ ഒക്കെ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയേക്കുന്നത്, അച്ഛൻ്റെ ആ ഒരു സ്വഭാവം. പക്ഷേ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, അവൾ എന്താ ഇങ്ങനെ ഇത്രയും മാറിപ്പോയത്, നിന്നോട് എന്താ മോളെ അവൾക്ക് ഇത്രയ്ക്ക് ദേഷ്യം എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി, ഒരു പക്ഷേ ഞാൻ ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതേ മോളെ അവൾക്ക് ഇച്ചിരി കുശുമ്പുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾ കാണാനൊക്കെ ചെറുപ്പത്തിൽ നല്ല സുന്ദരിയായിരുന്നു എന്ന്, നിന്നെപ്പോലെ തന്നെ നല്ല സുന്ദരിയായിരുന്നു, നീയും ഇപ്പോൾ ഈ പ്രായമല്ലേ നല്ല സുന്ദരി കുട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, ഏകദേശം നിന്നെപ്പോലൊക്കെ കാണാനുണ്ടായിരുന്നു, എന്തോ ഒരു ടച്ച് നിന്നെ അവളുടെ ഒരു ടച്ച് നിന്നിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഏകദേശം നിന്നെപ്പോലെയൊക്കെയുള്ളൊരു രൂപമായിരുന്നു, വെളുത്ത് മെലിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് എന്നൊക്കെ പറയാണ്. ഈ ഒരു ബോഡി ഷേപ്പൊക്കെ, അവളുടെ ഒരു ബോഡി ഷേപ്പൊക്കെ നിനക്കും ഉണ്ടെന്ന് മുത്തശ്ശി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അലീന ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ആ അമ്മയുടെ മോളല്ലേ മുത്തശ്ശി ഞാൻ, പിന്നെ എങ്ങനെ എനിക്ക് ആ ഭംഗി കിട്ടാതിരിക്കും, അമ്മയുടെ ഭംഗിയും അമ്മയുടെ രീതികളും ഒക്കെ എനിക്ക് കിട്ടാതിരിക്കും എന്ന് അങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഒന്നുമില്ല മുത്തശ്ശി റെസ്റ്റ് എടുക്ക്, ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ മുത്തശ്ശിക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പം മാഡം സാറും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, അവർക്കൂടി ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ മുത്തശ്ശിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അലീന അവിടെയുള്ള ജോലികളൊക്കെ ഇങ്ങനെ ഒതുക്കി കുട്ടികളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രനും വൈജയ്ക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രനും വൈജയും കൂടി സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നാലും വൈജ നീ എന്ത് പണിയാണ് കാണിച്ചത്, അമ്മയെ നിനക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റും, അമ്മയ്ക്ക് കാല് വയ്യാത്തതല്ലേ എന്ന് ആ സ്റ്റെപ്പ് കയറിയിട്ട് ആ വീൽ ചെയറിലേക്ക് ഇരുത്താൻ അലീനെ കൂടി പിടിച്ചാൽ നിനക്ക് എന്തായിരുന്നു കുഴപ്പം, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ബാലചന്ദ്രൻ വല്ലാണ്ട് സംസാരിക്കാൻ നിൽക്കണ്ട, ബാലചന്ദ്രൻ എന്തിനാണ് അവളെ വിളിച്ച് ഹോട്ടലിലേക്കൊക്കെ കൊണ്ടുപോയത്, എനിക്കതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തിനാണ് അവൾ വന്നപ്പോൾ കീ ഒക്കെ എടുത്ത് കൊടുക്കാൻ നിന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ വീട് പൂട്ടിയിട്ട് പോയതുകൊണ്ടല്ലേ അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നത്, നീ ഇവിടെ കീ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഇന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ, നീ തന്നെയല്ലേ എല്ലാം വരുത്തി വെച്ചത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ ഒന്നും പറയുന്നില്ല കേട്ടോ, അതിന് മറുപടി പറയുന്നില്ല. അപ്പം മറുപടി പറയാതിരിക്കുമ്പോൾ ബാലചന്ദ്രൻ അന്നേരം വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല നീയല്ലേ ഇന്നലെ പറഞ്ഞത് അലീനയെ ഇന്ന് രാവിലെ തന്നെ എല്ലാ കണക്കും തീർത്ത് ഇവിടെ നിന്ന് പറഞ്ഞയക്കുമെന്ന്, എന്നിട്ട് എന്തേ അലീനയെ പറഞ്ഞയക്കുന്നില്ലേ, ഇന്നല്ലേ അലീനയെ പറഞ്ഞയക്കുന്ന ദിവസം
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പെട്ടതുപോലെ ഇരിക്കുക കേട്ടോ. കാരണം ഇനി ഒരിക്കലും അലീനെ ഇപ്പം അടുത്തൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല. അലീനെ പറഞ്ഞേച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ ആകെ കുഴയും. അമ്മയുടെ കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നോക്കാൻ വേറൊരാളെ കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, അലീന ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈജയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവൾ അതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ വൈജയ്ക്ക് അറിയണം. എന്താണ് അവൾ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വൈജയ്ക്ക് അറിയാൻ വേണം. അതുകൊണ്ട് തൽക്കാലം അവളെ പറഞ്ഞേക്കണ്ട എന്നുള്ള തീരുമാനം വൈജ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എൻ്റെ അലീനെന്ന് പോകാൻ റെഡിയായോ? നീ അവളുടെ കാശൊക്കെ കൊടുത്ത് വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തൽക്കാലം ഞാൻ അവളെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് ഇപ്പോൾ എൻ്റെ തീരുമാനം എന്ന് പറയാട്ടോ. നീ എന്താ ദിവസം നേരം വെളുത്ത് രാത്രി ഒന്ന് വെളുത്തപ്പോഴേക്ക് നീ പ്ലേറ്റ് മറിച്ചിട്ടോ? ഇന്നലെ രാത്രി ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ അങ്ങനെയല്ല സംസാരിച്ചത്, പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും അലീനയെ പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണെ. ഓ, നീ ഒരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ വൈജയ്, നിന്നെ ഒരിക്കലും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. എന്താപ്പം മനസ്സിലാവാൻ ഇതിൽ ഇരിക്കുന്നത്? ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു, അന്നത്തെ ആ സമയത്ത് ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഇനി അലീനയെ ഞാൻ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ എന്തായാലും ഒരു സെർവൻറ്റ് വേണമല്ലോ. അമ്മയ്ക്ക് ഇപ്പോൾ ഇനി എത്രയും പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. ഇപ്പം ഇത്രയും നാളും അവളല്ലേ അമ്മയെ നോക്കിയത്, അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ട് അവൾ തന്നെ അമ്മയെ നോക്കട്ടെ എന്നുകൂടി പറയണേ. അപ്പോൾ ആ സമയത്ത് അലീന അവർക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം വൈജ സംസാരം നിർത്തുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോയി, കൃഷ്ണമോള് ട്യൂഷന് പോയോടി എന്ന് ചോദിക്കുകയാണ് വൈജ. ട്യൂഷന് പോയായിരുന്നു എന്ന് പറയണേ. അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒക്കെ കൊടുത്തു വിട്ടു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. രോഹിത് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. രോഹിത് പോയിട്ടില്ല, രോഹിത് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല, രോഹിത്തിന് പോകാൻ സമയമാവുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നേ എന്ന് അലീന പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, രോഹിത്തിന് പോകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ അപ്പോഴേക്ക് കൃഷ്ണയും ബബിതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അലീന അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടും ഭക്ഷണം എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഇന്നലെ രാത്രി അലീനയെ കൊല്ലും എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിൻ്റെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാട്ടോ. എൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നു എന്നാണ് ബാലചന്ദ്രൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നുമില്ലല്ലോ, നീ ജനിച്ചപ്പം മുതൽ കാണുന്നതാണ് ഞാൻ നിന്നെ. അത്രയും വർഷത്തെ പരിചയമുണ്ട് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഞാൻ നിന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്, അതിന് എനിക്ക് ഒരുപാട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ തമ്മിൽ ഒന്നാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ കുഞ്ഞതിൽ മുതലേ കാണുന്നതുകൊണ്ട് നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നീ ജനിച്ചപ്പം മുതൽ ഞാൻ കാണുന്നതല്ലേ, നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നീ എവിടെ പോയാലും വന്നാലും ഒക്കെ ഞാൻ അറിയുമായിരുന്നു. നമ്മൾ തമ്മിൽ അധികം സംസാരിക്കാറൊന്നുമില്ല. നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നതാണ്. അതുകൊണ്ട് നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പോലും അതിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ടാണ്, നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയത്. എന്താണ് നിനക്ക് പറ്റിയത്? നമ്മൾ തമ്മിൽ കാണാതിരുന്നിട്ട് ആകെ ഇത്രയും വർഷത്തിനിടയിൽ, നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ തമ്മിൽ കാണാതിരുന്ന 3 വർഷങ്ങളേ ഉള്ളൂ. ആ 3 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആഗ്രയിൽ പോയി താമസിച്ച ആ കാലഘട്ടമാണ് എന്ന് പറയാട്ടോ. അത് കേട്ടതും വൈജ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആഗ്ര എന്ന് കേൾക്കുമ്പോഴേക്ക് വൈജയുടെ തലയിലൊരു ഇടുത്തി വീഴുന്നത് പോലെയാണ്. അപ്പോൾ വൈജ ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ആ 3 വർഷം മാത്രമാണ് നിന്നെക്കുറിച്ചുള്ള ഒരു വിവരവും എനിക്ക് കിട്ടാതിരുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നിന്നെപ്പറ്റി അറിയാനായിട്ട്. നീ ജീവനോട് ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട്. എന്താണെന്നറിയില്ല, നിൻ്റെ വീട്ടുകാരാണെങ്കിലും ആരും നിന്നെപ്പറ്റി ഒന്നും പറയത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആകെ തരിച്ചിരിക്കുകയാണ് വൈജ. അന്നേരം വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ കാണാതിരുന്നിട്ടുണ്ട്. ഞാൻ നാട് വിട്ടുപോയ സമയത്ത് നിൻ്റെ അച്ഛൻ എന്നെ തല്ലിയില്ലേ, ആ സമയത്ത് ഞാൻ നാട് വിട്ടുപോയല്ലോ ഒരു 2 വർഷത്തേക്ക്. ആ 2 വർഷം നമ്മൾ തമ്മിൽ കാണാതിരുന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നിൻ്റെ വിവരങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു, നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നീ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ നീ അതിനിടയ്ക്ക് ആഗ്രയിൽ പോയി ഒരു 3 വർഷം താമസിച്ചു. ആ സമയത്ത്
മാത്രമാണ് നിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയാതെ പോയത്. അതിന് ശേഷമാണല്ലോ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയതും ടൗണിൽ കടകൾ തുടങ്ങിയതും നിന്നെ വിവാഹം ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നതൊക്കെ അതിന് ശേഷമാണല്ലോ. ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയില്ല. ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ സ്വഭാവം മാറ്റിമറിക്കുന്ന രീതിയിൽ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതുകൂടി കേട്ടതും വൈജ ആകെ ഷോക്കായിട്ട് പോകട്ടോ. അപ്പോൾ വൈജ ഇങ്ങനെ ഷോക്കായിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താ ചോദിച്ചേ? ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന്? അല്ല, നിൻ്റെ ജീവിതത്തിൽ വല്ലതും പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാവുകയോ ടെൻഷൻ കയറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയട്ടോ. അല്ല, നിൻ്റെ സ്വഭാവം അതുവരെ എനിക്ക് അറിയായിരുന്നു, അതിന് ശേഷമാണ് നിൻ്റെ ക്യാരക്ടറൊക്കെ ചേഞ്ചായി തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് എന്ത് മാറ്റം വരാനാ, ഞാൻ അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി പെട്ടെന്ന് എഴുന്നേൽക്കുക കേട്ടോ. അങ്ങനെ വൈജയന്തി എഴുന്നേറ്റ് കൈ കഴുകാൻ പോകുമ്പോൾ അവിടെ എത്തിയിട്ട് വീണ്ടും ബാലചന്ദ്രനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ബാലചന്ദ്രനും വൈജയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരു ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ബാലചന്ദ്രൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഇവളുടെ സ്വഭാവം എന്താ ഇങ്ങനെയെന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വൈജയ്ക്ക് മറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വൈജ പിന്നെ പെട്ടെന്ന് കൈ കഴുകിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് മനു കയറി വരുന്നത് കേട്ടോ. മനു കയറി വരുമ്പോൾ ആ അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ആ മനു, നീ വന്നോടാ, നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ വന്നതാണ് അങ്കിളെ, ഇന്നലെ ഓഫായിരുന്നു, അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് ചെന്നു, അങ്ങനെ ഇന്ന് ഇങ്ങോട്ട് വന്നതാന്ന് പറയട്ടോ. എന്തൊക്കെയുണ്ട്, നീ ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കിളെ, ഞാൻ കഴിച്ചോളാം. അങ്കിള് കഴിച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞൂടാ, നീ എന്നാൽ അമ്മയെ കാണ്, അപ്പോഴേക്ക് അലീനെ നിനക്ക് എടുത്ത് തന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാൻ മുത്തശ്ശിയെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മനു ആ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല മനു വന്നേക്കുന്നത്. അപ്പോൾ മനു വന്ന സമയത്ത് മനുവിനെ കണ്ടതും, ആ സമയത്ത് അലീന മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനുവിനെ കണ്ടതും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. എടാ മോനെ മനു എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റി മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ കരയുന്നേ, എന്ത് പറ്റി എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. എടാ ഇനി എന്ത് പറ്റാനാടാ, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ പ്ലാസ്റ്ററൊക്കെ വെട്ടിയതായിരുന്നു, പക്ഷേ നിൻ്റെ ആൻറ്റി ഉണ്ടല്ലോ, നിൻ്റെ ആൻറ്റി ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. അതൊക്കെ കൂടി കേട്ടപ്പോൾ മനുവിനാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നാലും ആൻറ്റി എന്താ മുത്തശ്ശി ഇങ്ങനെ, അലീന കൂടി പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ, ആൻറ്റി എന്താ ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയെ കാണാൻ പോയതായിരുന്നല്ലോ എന്ന് പറയണം. അതെനിക്കറിയാലോ, നമ്മൾ കണ്ടതല്ലേ. നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കാൻ മുത്തശ്ശി. അതൊക്കെ പറയാം മുത്തശ്ശി, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോടി അക്കാര്യം എന്ന് പറയാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാ മുത്തശ്ശി. അല്ല, നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, എന്താണ്, എവിടെ വെച്ചാൽ നിങ്ങൾ കണ്ടത്, പറയാം മുത്തശ്ശി, ഞാനിതൊന്ന് ചോദിക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് നീ പറ അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ വീട് പൂട്ടിയിട്ട് പോയേക്കായിരുന്നു, ഞാൻ ഉച്ചവരെ ഇവിടെ ഇരുന്നു, പക്ഷേ ആരും വന്നില്ല. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി കീ വാങ്ങിച്ചു, സാറ് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു, അതൊന്നും മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിനകത്തുണ്ടായിരുന്നല്ലോ, വീട് തുറന്ന് അകത്ത് കയറിയായിരുന്നു, അത് കണ്ടപ്പോൾ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല, മാഡം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയെ പിടിക്കാനായിട്ട് ചെന്നപ്പോൾ മുത്തശ്ശിയെ പിടിക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെയാണ് മുത്തശ്ശി വീണത് എന്ന് പറയണം. കഷ്ടമായി പോയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ലല്ല അതൊക്കെ നിൽക്കട്ടെ, അതേതായാലും കഴിഞ്ഞു, നിങ്ങൾ എവിടുന്നാണ് കണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മനുവും അലീനയും ഒന്ന് പരിങ്ങലിലാവുന്നുണ്ട്. അത് മുത്തശ്ശി, ഞാൻ എറണാകുളത്തേക്ക് പോയിരുന്നല്ലോ, അങ്ങ് രേവതിക്കുട്ടിയുടെ വീട്ടിൽ. അത് നീ പോയായിരുന്നു, അത് നീ പറഞ്ഞതല്ലേ, അതെന്നെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ എവിടുന്നാണ് കണ്ടതെന്ന് പറ എന്ന് ചോദിക്കണം. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് മനുവേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയോ എന്നറിയാനൊക്കെ ആയിട്ട്. എന്നിട്ട് എന്ന് ചോദിക്കുകയാണെ. ആ സമയത്തുണ്ടല്ലോ രേവതിക്കുട്ടി ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു മനുവേട്ടനോട്, ഞങ്ങൾ ഇന്ന് മറൈൻ ഡ്രൈവിലൊക്കെ ചെല്ലുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് വരാവോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയാണ്. എന്നിട്ട് മനുവേട്ടൻ, അപ്പം മനു അന്നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി, ഞാൻ എറണാകുളത്തേക്ക് ജോലി മാറിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടി വിളിച്ചത് കാരണം ഞാൻ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ടേക്കൊന്ന് പോയി, അവിടെ വെച്ച് അവരൊക്കെ കണ്ടു, രേവതിക്കുട്ടിയുടെ വീട്ടിലുള്ള അവരെയൊക്കെ കണ്ടു എന്ന് പറയണം. എന്നിട്ട് നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോടി എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അത് മുത്തശ്ശി ഞാനേ ഇനിയെങ്ങാനും അതൊക്കെ ഇവിടെ പറയുമ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി അതൊരു വലിയ ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ
പറയാഞ്ഞത്? മുത്തശ്ശിയോട് മാത്രമായിട്ട് പറയാനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടുകയും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയണേ. ഇന്നലെ വന്നപ്പോഴേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ, പിന്നെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറയാണ് അലീന. എന്തായാലും കൊള്ളാം, നിങ്ങൾ രണ്ടാളും കൂടി ഒപ്പിക്കുന്ന പണിയൊക്കെ കൊള്ളാം എന്ന് മുത്തശ്ശി കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ മോനെ, ഇന്ന് ഇവളെ പറഞ്ഞയക്കാൻ പോവാണ് ഇവിടെ നിന്ന്, ഇന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്ന പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് പിരിച്ചു വിടുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഇന്നലെ എന്നോട് മാഡം അങ്ങനെയാണ് പറഞ്ഞത്, നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് വേണ്ട, നിന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിടുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പിരിച്ചു വിടാനൊന്നും പറ്റത്തില്ല, നീ അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. ഇനിയിപ്പോൾ എന്തായാലും മുത്തശ്ശി ഇപ്പം ഒന്നും കൂടി റെസ്റ്റ് അല്ലേ, അപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നീ തന്നെ ഇവിടെ നിൽക്കത്തുള്ളൂ. അങ്ങനെ ആൻറ്റിക്ക് അങ്ങനെ പിരിച്ചു വിടാൻ തോന്നുകയാണെങ്കിൽ നിന്നെ മുത്തശ്ശിയും കൂടിയിട്ട് ഞാൻ എൻ്റെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ മനു പറയുന്നുണ്ട്. പിന്നെ മനു അലീനയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല, എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം, എന്നിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് തന്നെ പഠിക്കണം, എന്നാലേ അല്ലാതെ വെറുതെ ഇങ്ങനെ ഹോം നേഴ്സായിട്ടൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നല്ലൊരു ജോലി കിട്ടും. ഇവിടുത്തെ ജോലി കഴിഞ്ഞാലും നിനക്കൊരു ജോലി വേണ്ടേ, അപ്പോൾ അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കുക വേണം എന്ന് മനു പറയുകയാണ് അലീനയോട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ്ക്ക് ഇവളോട് ഭയങ്കര ദേഷ്യ മോനെ, വൈജ കീ വാങ്ങിക്കാനൊക്കെ പോയതിനൊക്കെ വേറെ അർത്ഥമാണ് കാണുന്നത് എന്നൊക്കെ പറയണേ. എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, എൻ്റെ അസുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനേ ഒരു തെറ്റും ചെയ്തിട്ടില്ല മനുവേട്ട, എനിക്കത് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട, ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ട തെറ്റൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറയാണ് അലീന. എന്നെ ഇവിടെ നിന്ന് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു വിടാനായിട്ട് മാഡം ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോവണ്ട എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടല്ല, എന്നാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു അവസരം എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് നന്നായി പഠിക്കണം, നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാനുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ എടുത്ത്. അലീന നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല കോഴ്സ് എടുത്തിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ മനോട്ടെ, എനിക്കാണെങ്കിൽ അതിനൊന്നും സമയവുമില്ല, എനിക്ക് ഒരുപാട് കടങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയണം. അതൊക്കെ ശരിയാവും, ഞാൻ റെഡിയാക്കി തരാം, നീ ഇപ്പോൾ കോളേജിലൊന്നും പോയി പഠിക്കേണ്ട, വീട്ടിലിരുന്ന് നിൻ്റെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, അതിനുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് മനുവേട്ട, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഓരോരോ സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നതെന്ന് പറയുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പൊരുതി വിജയിക്കണം എന്ന് മനു പറയണം. അപ്പം മനു അലീനയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, മനു പറയുന്നത് കേൾക്കും മോളെ, എങ്ങനെയെങ്കിലും നീ നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നിൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുന്നില്ലേ, പിന്നെ നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാറല്ലേ പതിവ്, പിന്നെ ഞാൻ ഉറങ്ങുമ്പോഴും ഒക്കെ നീ ഫ്രീ ആണ്, അന്നേരം നീ എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം, ആ സമയത്തൊക്കെ നീ ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ എന്ന് മുത്തശ്ശിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, എങ്ങനെയെങ്കിലും നോക്കാം, സമയമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അധികം സമയമൊന്നുമില്ല, ഇനി ഒരുപാട് താമസിപ്പിക്കാൻ നിൽക്കണ്ട, നീ എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് നിനക്ക് നിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു കോഴ്സ് നീ കണ്ടെത്ത്, അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാമെന്ന് മനു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹരി രോഹിത്തിനെ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അലീനയെ എങ്ങനെയെങ്കിലും കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിക്കണമെന്നുള്ള ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചതാണ്. എടാ രോഹി, അവൾ വന്നോടാന്ന് ചോദിക്കുകയാണ്. ഇന്നലെ വന്നു, ഇന്നലെ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായി, ഇവിടെ ആകെ പ്രശ്നമാണ്, അമ്മയും അവളുമായിട്ട്, അവൾ വരാൻ ലേറ്റായി എന്ന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇന്നലെ അമ്മ മുത്തശ്ശിയും കൂട്ടിയിട്ട് നിൻ്റെ വീട്ടിലോട്ട് വന്നില്ലായിരുന്നോ അങ്ങ് കൊല്ലപ്പള്ളിയിലും ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയണത് കേട്ടു, ഉച്ചവരെ ഏകദേശം ഒരു ഉച്ച കഴിയുന്നത് 2 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അലീനയ്ക്ക് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്
വന്നതാണെന്നും പറഞ്ഞു. എന്നിട്ട് അവളെ എങ്ങനെയാടാ വീട്ടിൽ കയറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആരാ മോള്, അവൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ വീടിൻ്റെ കീ ഒക്കെ വാങ്ങി അവൾ വീട്ടിൽ കയറി. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനാണെങ്കിൽ അവൾക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്തു. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ വേഗം നടക്കണമല്ലോടാ. ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ കാലൊക്കെ ശരിയായില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പറഞ്ഞയക്കുന്നുണ്ടാവും അല്ലെന്ന് ഹരി ചോദിക്കുമ്പോൾ അതോർത്ത് നീ വിഷമിക്കണ്ട. എന്താണെങ്കിലും ഇപ്പോൾ ഉടനെ ഒന്നും അവളെ പറഞ്ഞയക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണേ. അതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി ഇന്നലെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തെ അലീനെ കൂടി പിടിക്കാൻ ചെന്നപ്പോൾ അമ്മ സമ്മതിച്ചില്ല. അമ്മ തന്നെ മുത്തശ്ശിയെ വീൽ ചെയറിൽ ഇരുത്താൻ നോക്കി. മുത്തശ്ശി ദേ കിടക്കുന്നു താഴെ, വീണുപോയി എന്ന് പറയണേ. എന്നിട്ട് മുത്തശ്ശിയുടെ ഇടുപ്പല്ലിന് ചെറുതായിട്ട് തെന്നി മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ബെൽറ്റൊക്കെ ഇട്ടിട്ട് മുത്തശ്ശി ബെഡ് റെസ്റ്റിലാണ്. മുത്തശ്ശിക്ക് അനങ്ങാനൊന്നും വയ്യ. എന്താണെങ്കിലും അലീനയുടെ സഹായം മുത്തശ്ശിക്ക് അത്യാവശ്യമായിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഹരിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനർത്ഥം അവളെ ഉടനെ ഒന്നും പറഞ്ഞയക്കില്ല എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവളെ ഇപ്പം അടുത്തൊന്നും പറഞ്ഞയക്കാൻ സാധ്യതയില്ല എന്ന് രോഹിത് പറയണം. എടാ എന്നാൽ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ നമ്മുടെ മുന്നിൽ, നമുക്ക് സമയമുണ്ടല്ലോ അവളെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ വലയിൽ വീഴ്ത്താനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതെ, നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് പറയാണ് രോഹിത്തും. എടാ എന്നാലും നമ്മൾ അധികം നാൾ വെച്ച് നീട്ടണ്ട. എന്തായാലും മുത്തശ്ശി അങ്ങനെ കിടപ്പിലാണ്. മുത്തശ്ശി ഇപ്പം അടുത്തൊന്നും എഴുന്നേറ്റ് വരത്തൂല്ല. അപ്പം ഇനി ആരും ഇല്ലാത്തൊരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവളെ നമ്മുടെ വലയിൽ വീഴ്ത്തണം എന്ന് പറയാണ് ഹരി. എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ശരിയുടെ വെച്ചോ, എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ വാർത്ത കേട്ടപ്പോൾ. മുത്തശ്ശി വീണാലെന്താ എന്നൊക്കെ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ എന്ന് ഹരി പറയാണ്. അങ്ങനെ ഒരു ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് മനുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാലചന്ദ്രനും വൈജയൊക്കെ ബാങ്കിലേക്കും കടയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രനൊക്കെ അവരൊക്കെ പോയതിന് ശേഷമാണ് മനുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ അലീന. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ടാന്ന് പറയണേ. എന്നാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുമെന്ന് പറയണം. അപ്പോൾ ഇതൊരു സ്ഥിരം പതിവായതുകൊണ്ട് അലീന പിന്നെ മടിയൊന്നും പറയുന്നില്ല. അലീനയെ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് മനുവിൻ്റെ അടുത്തിരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളമ്പി കൊടുത്ത് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പം മനുവായിട്ടുള്ള കൂടുതൽ ഭാഗങ്ങൾ, മനുവും അലീനയും മുത്തശ്ശിയൊക്കെ ആയിട്ടുള്ള കൂടുതൽ സംസാരങ്ങളും ഭാഗങ്ങളും ഒക്കെ ആയിട്ട് മിക്കവാറും നാളെ കഴിഞ്ഞുള്ള മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.